അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അപ്പന്തിര ദിന അഥവാ ബാപ്പമാരെ മഹത്വങ്ങൾ മനസ്സിലാക്കുകയും ചൊന്നു കൊടുക്കുകയും അതുക്ക് വേനായിട്ട് ലോകം ഒരു ദിന ആചരിക്കുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെല്ലാം അങ്കിക്കും. പക്ഷേ ബാപ്പയുടെ ಬಗ್ಗೆ ഇസ്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്തന്നെങ്കത്തെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിക്കുക ചെന്നതും മഹത്വാക്കുക ചെന്നതുപോലെ ലോകത്ത് ഒരാളും ഒരു മതവും ചൊന്നിട്ടില്ല. ഉറപ്പാണത്, ഉറപ്പ്. പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതിത്തറുമ്പോൾ അള്ളാഹുക്ക് ശുക്രാക്കണു ഇബാദത്താക്കണു ചെന്ന ഉടനെ അനിഷ്കുർലി വലി വാലിദൈ, നിന്റെ മാതാപിതാക്കൾ അബ്ബ ഉമ്മ അങ്കും നീ നന്ദിയാക്കണു, പടച്ചോണു ഇബാദത്താക്കടെ ആ ಅದರ മുട്ടമേ അബ്ബ ഉമ്മടെ അള്ളാഹു നെനപ്പാക്കിക്കൊണ്ടുള്ള അങ്ങളെ ശ്രദ്ധിക്കാണ്ട് അങ്ങളെ ക്യാറാക്കാണ്ട് ലോകത്ത് നീ എന്ത് അമലാക്കിയിട്ടും സ്വീകരിക്കപ്പെടില്ലേ. അബ്ബ ഉമ്മടെ ക്യാറാക്കാണ്ട് വലിയ ഇബാദത്ര ആളായിട്ട് കാര്യമില്ലേ. അബ്ബ ഉമ്മടെ ഷാപ്പ തിണ്ടിട്ട് പടച്ചോണു വലിയ ഇബാദത്താക്കിടവണു, സോഷ്യൽ വർക്കാക്കിടവണു, അതൊന്നും ചെന്നിട്ട് കാര്യമില്ല. ആദ്യമായി എടുക്കണായത് ബാപ്പയുടെ ഉമ്മയുടെ പുറത്താണ്. ഞങ്ങളെ ഈ ക്ലാസ്സിൽ അബ്ബ ഉമ്മയുടെ ಬಗ್ಗೆ ധാരാളം വിശദീകരിച്ചിട്ട് അപ്പ ಅಂದ್ರೆ ആകാശ ചെന്നിട്ട് ബാപ്പയുടെ ബഗ്യമേ വിശാലമായി 2-3 ക്ലാസ് വർക്ക് ചെന്നിട്ടിന്ത് ഉമ്മ അബ്ബയുടെ ಬಗ್ಗೆ ഉമ്മയുടെ ಬಗ್ಗೆ എല്ലാം ചെന്നിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളേ. ലോകത്ത് വളരെ മഹത്വമുള്ള ആൾമാരാണ്, പകരം കിട്ടാത്തങ്കത്ത ആൾമാരാണ് ബാപ്പ ഉമ്മ. അങ്ക് നീ നന്ദി കാട്ടണു. നീ പുറത്ത് വലിയ സമാജസേവ ആക്കിടങ്കത്ത ആളാണ്, പള്ളിയിൽ വലിയ ഇബാദത്തെടുക്കുന്ന ആളാണ്, 5 വക്ത് ജമാഅത്ത് കൊണ്ട ആളാണ്. പക്ഷേ അബ്ബടെ മുന്നിൽ ജോറ് മുണ്ടിക്കൊണ്ടുള്ള ഉമ്മക്ക് പറഞ്ഞുകൊണ്ടുള്ള എങ്ങ് നിൻ്റെ ഇതൊന്നും വേണ്ട. ഇന്ന് ലോകത്ത് വളരെ വിചിത്രമായ റൂപ്പാണ് നാം കണ്ടുകൊണ്ടുള്ളത്. എല്ലാം ഉൾട്ടാണ്. ഇബാദത്തുകളും കാര്യങ്ങളും പ്രോഗ്രാമും സോഷ്യൽ വർക്കും എല്ലാം ആക്കിടവണു. സ്വന്തം ഉമ്മയുടെ പുറത്ത് ഉണകില്ല, അബ്ബടെ പുറത്തേ ഇല്ല. ഉമ്മക്ക് പറഞ്ഞുകൊണ്ടുള്ള അബ്ബക്ക് പറഞ്ഞുകൊണ്ടുള്ള അങ്ങ് എന്തു ചൊന്നെങ്കും കേൾക്കില്ല. അങ്ങനത്തെ ഒരു മുസീബത്ത് വന്നിട്ടുണ്ടായെങ്കിൽ ഇതെല്ലാം പുറത്താക്കരുത് നാട്ടകമാണ്. നീ പുറത്തിങ്ങനെ ആക്കിയത് കൊണ്ട് പഠിച്ചോൺ നിന്റെ സ്വീകരിക്കില്ല. ദുനിയാവിലും ആഖിറത്തും നീ നശിച്ചുകൊണ്ടേ താൽക്കാലികമായ ഒരു സ്ഥാനം കിട്ടു. പക്ഷേ അബ്ബ ഉമ്മടെ പുറത്തില്ലാണ്ടായെങ്കിൽ ദുനിയാവിലെ അള്ളാഹു പിടിക്കട. ഉമ്മടെ നൊമ്പൽ ആറാക്കി തിന്നെങ്കും അബ്ബടെ നൊമ്പൽ ആക്കി തിന്നെങ്കും മരിച്ചൽ പിന്നെ കാക്കടല്ല. മരിച്ചൽ പിന്നെ ആണ്ടാക്കുകയും ദ്വാക്കുകയും എന്തൊരു ഗൗജിയാണ്, എന്തൊരു ഗമ്മത്താണ്. സുബ്ഹാനല്ലാഹ്. അതല്ല, ഞങ്ങളെ ഹയാത്ത് കാലത്ത് പോയിട്ട് കാൽ പിടിച്ചിട്ട് മാഫ് കേൾക്കണു. റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ, അള്ളാഹുടെ പുറത്ത് കിട്ടണുണ്ടായെങ്കിൽ അബ്ബ ഉമ്മയുടെ പുറത്ത് കിട്ടണുണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പ ഉമ്മ സ്വർഗത്തെ നടു ഡോറാണ്. അങ്ങളെ തൃപ്തിയില്ലാണ്ട് നീ ആരെ തൃപ്തിപ്പെടുത്തിയിട്ടും സ്വർഗത്ത് പോകുക സാധ്യയില്ല. ഇത് ഈ ദിനത്തിലല്ല, എല്ലാ നാളിലും എപ്പോഴും വളരെ മഹത്വത്തോടെ ഞങ്ങൾ ശ്രദ്ധിക്കണായെങ്കത്തെ വിഷയമാണ്. പരിശുദ്ധ ഖുർആനിൽ അതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ അബ്ബ ഉമ്മ കൊടുത്തെങ്കത്തെ മഹത്വം എത്രയാണ്. ആ അബ്ബ ഉമ്മ എന്തും ഗൊന്തില്ലാത്തെങ്കത്തെ ആൾമാറാവട്ടെ, അതെന്തും ചെന്നിട്ട് കാര്യമില്ല. അങ്ങളെ പൊരുത്തമാണ് നിനക്ക് വേണായ. ഞാൻ എത്ര വലിയ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾ, നീ എത്ര വലിയ ഡിഗ്രിയുടെ മേളിൽ ഡിഗ്രി ഉള്ള എങ്ങനത്തെ പ്രിൻസിപ്പാളല്ല, ഏത് വേണമെങ്കാവട്ടെ, എങ്ങനത്തെ സയൻറ്റിസ്റ്റ് ആവട്ടെ, അബ്ബ ഉമ്മയുടെ അട്ടിക്കില്ലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഡേ ആക്കിയിട്ട് ആറാറോ അബ്ബ ഉമ്മയുടെ മഹത്വം ചെന്തന്നെങ്കത്തകത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ ഞങ്ങൾക്ക് വഴിപാട്ടി തന്നിർ. അതുകൊണ്ട് ബാപ്പ ഉമ്മയുടെ നല്ലോണം സ്നേഹിക്കടേ, അനുസരിക്കടേ, ആദരിക്കടേ. ഇത് ഞങ്ങളെ എല്ലാ വിജയത്തെയും ലക്ഷണമാണ്. ഇണ്ടത്തെ യുവതലമാറു പൈസ വന്നപ്പ, ആഡംബരങ്ങൾ വന്നപ്പ, സോഷ്യൽ മീഡിയ വന്നപ്പ അതിലേ അങ്ങ് മുങ്ങിപ്പോയാറ്. ബാപ്പ ഉമ്മയുടെ ശ്രദ്ധിക്കണമെങ്കത്തെ വിഷയമില്ല. അപ്പം ഞാനിവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളേ, ബാപ്പ അത് വല്ലാത്തൊരു ശക്തിയാണ്. ബാപ്പടെ ഒറ്റപ്പെടുത്തുക തീറ. സുബ്ഹാനല്ലാഹ്. ഒരാൾ ചില ആൾമാർ ഇപ്പം അങ്ങളെ കാർബാറല്ലേ ആരത് ഉമ്മർതും മക്കളെ കാർബാറാണ്. ബാപ്പ വലുതാവുമ്പോൾ ബാപ്പയുടെ സൈഡാക്കിടങ്കെത്ത ആൾമാരുള്ളാറ്, മൂലകാക്കിടങ്കെത്ത ആൾമാരുള്ളാറ്. ദുരന്താണ്, അക്രമാണ്. ഇതിക്ക് ചില ഉമ്മമാറും കൂടിക്കൊടുക്കിടാറ്. മക്ക ഗൾഫ് പോയിട്ട് നല്ല പൈസ ഇത്ത്, പിന്നെ പൈസ എല്ലാം കടത്തുന്നത് ഉമ്മകാണ്, അക്കൗണ്ട് ഉമ്മർതാണ്, ഉമ്മാണ് നിയന്ത്രിക്കടേ. പിന്നെ ബാപ്പക്ക് വയസ്സായാൽ പിന്നെ ഔത്ര നിയന്ത്രിക്കുന്നത് പെണ്ണാണ്, ഉമ്മാണ്. അത് ശരിയല്ല. അങ്ങനെ ഈ മക്കും ഉമ്മും കൂടിയിട്ട് ബാപ്പയുടെ ദൂറാക്കിയാറ്. അങ്ങനെ വിഷമിക്കടെ പ്രയാസപ്പെടുറയ്ക്കത്ത് എത്ര ബാപ്പമാരുള്ളാർ. നഊദുബില്ലാഹ്, അള്ളാഹു കാക്കട്ട്. അതൊരിക്കലും പാടില്ല, അത് മുസീബത്താണ്. എല്ലാത്തും മുമ്പന്തിയിൽ നിന്നിട്ട് നിന്റെ വളർത്തിയത് ബാപ്പാണ്. സുബ്ഹാനല്ലാഹ്. ഈ ബാപ്പ എല്ലാ സുഖങ്ങളും അനുഭവിക്കുകയാവില്ല. നല്ല ചെറിയ മക്ക, ആ മക്കളെ സുഖങ്ങൾ അനുഭവിക്കുകയുടെ ഉമ്മകാണ്. ആ മക്കളെയും വിട്ടിട്ട് എവിടെകാ പോയിട്ട് ഗൾഫും അല്ലാത്തവിടവും പോയിട്ട് നീണ്ട സമയങ്ങൾ വിട്ടു നിന്നിട്ട് നയിച്ചിട്ട് നിങ്ങളെ വളർത്തത് വാപ്പയാണ്. ആ ചെറിയ മക്കളെ സുഖം സുബ്ഹാനല്ലാഹ് പിന്നെ മങ്ങിലായിട്ട് പോയിടവള.
ആ പ്രസവിച്ചിട്ട് കിടാവ് ബൽദൈത്ത് വന്ന് നോക്കുമ്പോൾ കിടാവ് 6 വർഷമായിട്ട്. പക്ഷെ ആ കിടാവിടെ ആ ചെറിയ ടൈമിലുള്ള എനിക്കെത്ത കൊസി ലോകത്ത് അതുല്യമായ കൊസിയാണത്. ചെറിയ മക്കളെ കൊണ്ട് ആ കൊസി ബാപ്പക്ക് നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് പ്രയാസപ്പെട്ട് പണിയെടുത്തിട്ട് കുടുംബത്തെ നോക്കി എനിക്കെത്ത എത്ര ബാപ്പമാരാണ്. ആ പ്രയാസപ്പെട്ട ബാപ്പമാർ വയസ്സാവുമ്പോൾ ഞങ്ങളെ മൂലകാക്കടേന്ന് ചൊന്നത് അങ്ങക്ക് എല്ലാ ടെൻഷൻ കൊടുക്കടേന്ന് ചൊല്ലത് എത്ര വലിയ മുസീബത്താണ്. ഈ മക്കവും കിടാവും ഉമ്മകും ഈ കുടുംബത്തിന് വേനായിട്ട് കൊണ്ട് A to Z ഒഴിവാക്കടാ. തിന്നില്ല അല്ലെങ്കിൽ ബായ് കെട്ടിട്ട് സമ്പാദനാക്കടാ. ഇത് എല്ലാ ബാപ്പമാരെയും അവസ്ഥയാണ്. ബാപ്പായിട്ട് നോക്കണു ആ സമയത്താണ് വന്നത് അവിടെ മക്കകുവേനായിട്ട് എന്തുമാക്കുക റെഡിയാണ്. ചിലപ്പോൾ ചില ഗൗരവമെല്ലാം കാട്ടു അത് മക്കളെ നന്നാക്കുവാനായിട്ടാണ്. പക്ഷേ സ്നേഹം വല്ലാത്ത സ്നേഹമാണ് ബാപ്പകിക്കടെ. അപ്പോൾ ആ രൂപത്തിൽ ഭയങ്കര വളരെ മഹത്വത്തോടെ അതുപോലെ വളരെ സ്നേഹത്തോടെയാണ് ഈ മക്കളെ വളർത്തൽ. അങ്ങനത്തെ മക്ക സുബ്ഹാനല്ലാഹ് ബാപ്പക്ക് എതിർന്നിണ്ടെങ്കിൽ ഒരിക്കലും പഠിച്ചോൺ അത് ഇഷ്ടപ്പെടുകയില്ല. എല്ലാ ജീവിതത്തെ ഏറ്റവും നല്ല സുഖങ്ങളും സൗകര്യങ്ങളും മക്കൾക്ക് വേനായിട്ട് ത്യാഗാകൃതാണ് ബാപ്പമാർ. അങ്ങനത്തെ ബാപ്പമാർ മക്കളെ സന്തോഷമാണ് ഞങ്ങളെ സന്തോഷം. അതുകൊണ്ട് ഒരു കാര്യം ഇടക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇത് എല്ലാ ആൾമാരും ഓതുന്നുണ്ടാണ്, ഈ ദുആ നടത്തുന്നുണ്ടാണ്. ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ സന്തോഷം തരണോ. ആ കൺകുളിർമ സന്തോഷം എന്തേ അത് എപ്പോഴും എല്ലാ ബാപ്പമാരും എല്ലാ പെഞ്ഞായും എല്ലാ മാപ്പിളയും എല്ലാ ഉമ്മയും എല്ലാ അബ്ബയും ദ്വാർക്കുണായിക്കത്തെ ദ്വായാണ്. ഭാര്യവാര മുട്ടത്തെ മക്കളെ മുട്ടത്തെ കൺകുളിർമ അവിടെ ചൊന്നെങ്കിൽ ഇണ്ട് പലപ്പോഴും ഞങ്ങൾ അർത്ഥ വെച്ച പോലെ ഞങ്ങളെ മക്ക ഗൾഫ് പോണു, നല്ല പൈസ ഞങ്ങളെ അക്കൗണ്ട് കെട്ടിയോണ്ടിക്കണു. അതാ ഖുർറത്തു ഐൻ, അതാ സന്തോഷം. അതല്ല ഖുർറത്തു ഐനാവിടെ ചൊന്നെങ്കിൽ റബ്ബേ നിന്റെ ഭാര്യ മക്കൾ പ്രയാസത്തിൽ ഇന്നെങ്കും തൊന്തരയില്ല, നിന്റെ അനുസരിക്കലെനിക്കെത്താൽ മാറാവണു. ഇക്കാലത്ത് എന്തുകൊണ്ടും ഞങ്ങൾ ദ്വാർക്കുണായിക്കത്തെ ദ്വായാണ്. പെഞ്ഞായി മക്കളിൽ നിന്ന് മാപ്പിള മക്കളിൽ നിന്ന് നക്ക് ഖുർറത്തു ഐൻ ഉണ്ടാക്കണു. പെഞ്ഞായി ദ്വാർക്കുമ്പോൾ മാപ്പിള ദ്വാർക്കുമ്പോൾ ഉദ്ദേശിക്കണായത് നിന്റെ മക്ക നിന്റെ പെഞ്ഞായി അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നിന്റെ അനുസരിക്കലെനിക്കെത്താൽ മാറാവണു റബ്ബേ, നിന്റെ പേടിയുള്ളെനിക്കെത്താൽ മാറാവണു. അതാണ് അതിനർത്ഥം. ആ രൂപത്തിൽ ഉണ്ടാക്കി തരണു. സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. എല്ലാവരും നന്നാവൂ വേണായിട്ടുള്ള ദ്വായാണ്. നന്നാക്കണു ചൊന്നിട്ട് പഠിച്ചോണ്ടൊട്ടിയാണ് ദ്വാർക്കുണായ. ഏതായാലും മിക്കട്ട് ബാപ്പ ഉമ്മടെ വല്ലാണ്ട് സ്നേഹിക്കുന്നു. ആ ബാപ്പ ഉമ്മക്ക് ചെറിയ രോഗം വരുമ്പോൾ ശാപ്പ വെക്കണമെങ്കിൽ ആൾമാറുള്ളാറ്. സുബ്ഹാനല്ലാഹ് വിഷമം ചൊല്ലെങ്കിൽ എത്ര ആൾമാറുള്ളാറ്. നഊദുബില്ലാ, ഇതെല്ലാം വലിയ മുസീബത്താണ്. ഒരിക്കലും തീറ നീ ചെറിയ ഇക്കുമ്പ നിക്കൊരു ചെറിയ സീത്തായെങ്കിൽ ചെറിയ രോഗമായെങ്കിൽ ജാവു വർക്ക് വിട്ടെങ്കിൽ ആൾമാറാണ് ഈ ബാപ്പ ഉമ്മ. എത്രയാണ് പൈസ കടായിട നിന്റെ ബാപ്പക്ക്. സുബ്ഹാനല്ലാഹ് ഹോസ്പിറ്റലിൽ പോയ 50,000 അവിടും ചെന്നാറ്, 10 ലക്ഷം അവിടും ചെന്നാറ്. എന്നാലും ബേങ്ങിട്ടായെങ്കിലും നിന്റെ കിടാവിടെ ബച്ചാവാക്കണം. ബേങ്ങിട്ടായെങ്കിലും ഞാൻ 10 ലക്ഷം കൊമ്പണ്ടേണ്ടാണ് ബാപ്പ ചൊല്ലെ. അല്ലാണ്ട് ഈ കിടാവൊന്ന് മരിച്ചു പോവട്ടെന്ന് ദ്വാർക്കല്ലേ. അതേ ബാപ്പ ഉമ്മ വയസ്സായപ്പോൾ ചെറിയ രോഗം വന്ന് ചെറിയ പൈസയാണ്. എത്രമാ മക്ക ചൊല്ലത് കേക്കിട് എൻ്റെ സീക്ക് വാവാ രോഗ എപ്പാ നോക്കിയെങ്കിൽ സീക്ക് പൈസ ഇല്ല എന്ന് ചൊന്നിട്ടു വിഷമിക്കിടങ്കെത്ത മക്കയില്ലാറ് നന്ദി കെട്ട മക്കാണ്. നിക്ക് രോഗം വന്നപ്പോൾ മരിക്കൊണും ചെന്ന് ദുവാറുന്നല്ലേ. അതേസമയത്ത് ആ ബാപ്പക്ക് തെല്ല് രോഗം വരുമ്പോൾ എപ്പോൾ മരിച്ചു കിട്ടുന്ന കാക്കിടങ്കെത്ത ആൾമാറുള്ളാർ. ഗൾഫിടെ രായത്ത് വന്നിട്ട് ബാപ്പക്ക് ചികിത്സയാക്കിടുള്ള സുമരയാവുള്ളേ ഓണു പോകുമാവുള്ളേ. പോയില്ലെങ്കിൽ ഓൻ്റെ സ്വരങ്ങ് നഷ്ടപ്പെട്ടു കൊണ്ടുള്ള. സുബ്ഹാനല്ലാഹ് ബാപ്പ അവർക്ക് മരിക്കട്ടും ചൊന്ന് കാക്കിടങ്കെത്ത ദുരന്താണ്. ഇതെല്ലാം മുസീബത്താണ്. നിക്കിൻ്റെ നല്ല ഒരു ഭാര്യയും കുറച്ച് മക്കളും സമ്പത്തുമായപ്പ സ്വന്തം ബാപ്പ ഉമ്മടെ മറക്കിടേന്ന് ചൊല്ലത് ലോകത്തേറ്റവും വലിയ മുസീബത്താണ്. ബാപ്പടെ പോലത്തെ സമ്പത്തില്ല. ബാപ്പ എത്ര വലിയ അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ് ബാപ്പക്ക് നല്ല ഗൗരവവും ആദരവുമാണ് കൊടുക്കണേ. ബാപ്പടെയാണ് സ്നേഹിക്കണേ. ഇണ്ട് പലപ്പോഴും ഞങ്ങളെ മുറ്റത്ത് നശിച്ചു പോയോണ്ടുണ്ട്. അള്ളാഹു ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ട്. ബാപ്പമാർ ഞങ്ങൾക്ക് വേനായിട്ടാണ് ജീവിക്കണേ. ഞങ്ങൾക്ക് അതബും മര്യാദയും സംസ്കാരവും വഴിപാട്ടർ. ഞങ്ങളൊട്ടിಗೆ നല്ല ഗൗരവ അതബു എപ്പോഴും നക്ക് വേണം. എൻ്റെ ബാപ്പടെ നക്ക് ഓർമ്മ 2019 ഒരു റമദാൻ 1440 റമദാൻ 13 ജാവുകയാണ് ബാപ്പ മരണപ്പെട്ടു പോയില്ലേ. ഓർമ്മ മരിക്ക് 2 പോലും ബാപ്പയുടെ എതിരിൽ പോയിട്ട് ഇങ്ങനെ നേരിൽ നിൽക്കോ പലപ്പോഴും നക്ക് വേടിയായിട്ട് മരിക്ക് 2ത്തെ വിഷയമാണ്, അതൊക്കെ 1ത്തെ വിഷയമല്ല. അപ്പം അങ്ങനെ ഒരു പെടിപ്പാട്ടൊരാൾമാറിട്ടല്ല. പക്ഷേ ബാപ്പ മാറമുട്ടത്തെ ഒരു ഗൗരവ അതബ് അത് നിർബന്ധമാണ്. ഞങ്ങളെ മുട്ടത്തെ നല്ല സംസ്കാരങ്ങൾ മരിച്ചാൽ പിന്നെ എൻ്റെ പെങ്ങൾ ചൊന്നത് പലപ്പോഴും ഞാൻ ഈ ക്ലാസ്സിൽ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിയിട്ടിന്നെ. ഉഷാറില്ലാണ്ട് ചെമ്മ വർഷം കിടന്നിട്ടിന്ത് ഒരു നാൾ നോക്കുമ്പോൾ കാണ്ടില്ല ഒരു ഹിന്ദുവിടെ അങ്ങടിക്ക് കിലോമീറ്റർ നടന്നു പോയിട്ട് ജനറിപ്പോൾ കൊടുക്കോ ബാക്കിയുണ്ട് അത് കൊടുക്കോ പോയിട്ട്. ഇത് ഏറ്റവും വലിയ മൗല്യമാണ്. ഇങ്ങനത്തെ മൂല്യങ്ങൾ ഞങ്ങളെ ബാപ്പമാർ മുട്ടത്തെ ഞങ്ങൾ പഠിക്കണു. ബാപ്പമാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടാറ്. ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ളേ ഈ ബാപ്പമാർ ഞങ്ങൾക്ക് വേനായിട്ടാണ് എല്ലാം ത്യാഗം സഹിക്കട്. ആ ബാപ്പക്ക് എൻ്റെ ബാപ്പയുടെ ഭാഗ്യമേ ഞാൻ ചൊല്ല സുമാർ ടൈം ഉഷാറില്ലാണ്ട് ഇന്ന് ലക്ഷക്കണക്കിൽ പൈസ ചെലവൈത്ത് വാർത്ത കൗത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ വിളിച്ചുകൊണ്ട് 10,000 ചിലവാട് 15 ചിലവാട് 30,000 ചിലവാട് എവിടെ പൈസ പണ്ട് അള്ളാഹു ആലം മറന്നാക്കിത്ത് അൽഹംദുലില്ലാ. അവസാനം മരിച്ചപ്പോൾ ഞങ്ങളൊരു ചങ്ങായിക്ക് ഫോണാക്കിയപ്പോൾ മുണ്ടിയെന്നൊക്കെ ഇപ്പോഴും നൻപാവിടും. ഞാൻ ചെന്ന് ബാപ്പ ഇക്കുമ്പോൾ
ലക്ഷക്കണക്കിൽ പൈസ ചിലവായത്. പക്ഷേ ഇവിടെ വന്നിട്ട് എന്തിനാക്കിയിരുന്നൊക്കെ ഒന്നില്ല. ബാപ്പ മരിച്ചപ്പോൾ ടൈറ്റായ പോലെയാണ്, കയ്യിൽ പൈസ ഇല്ലാത്ത പോലെയാണിട്ടാണ് ഞാൻ അയാളൊട്ടി ചെന്നത്. ഇന്നും ഞാൻ പോകും. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ളേ, ബാപ്പമാരെ നല്ല സ്നേഹിക്കടെ, ബാപ്പമാരെ ആദരിക്കടെ. ഇണ്ടും എന്തെങ്കിലും ഒരു ബിസി ആക്കടെങ്കിൽ ഞാൻ ബാപ്പയുടെ കബറ് മുട്ട പോകണ്ടേ, അവിടെ ദ്വാർന്നിട്ട് ബാപ്പടൊട്ടിയും ഉണ്ടല്ലേ, ആത്മാവോടൊട്ടിയും ഉണ്ടല്ലേ, ഇതാ ഞാൻ ഇങ്ങനെ ആക്കിക്കൊണ്ടുള്ളേ, നക്കൊരു ജാഗ എടുക്കടെങ്ക, അല്ലെ നക്കൊരു കിടാവായിട്ടുണ്ടാ, അല്ലെ നക്ക ഉമ്രത്ത് പോകുന്നുണ്ടാ, അങ്ങനെ നേരെ പോയിട്ട് ഞങ്ങളൊട്ടിക്ക് ചെല്ല. ഇതൊരു കണക്ഷനാണ്. ഇത് ഞങ്ങൾ നന്നാക്കടെ ഉയർത്തിടങ്കെത്ത വിഷയമാണ്. ഇത് ഉണ്ട് പലപ്പോഴും ഞങ്ങളെ മുട്ടത്തെ നഷ്ടപ്പെട്ടു പോയോണ്ടുണ്ടു, കിട്ടിയോണ്ടില്ലേ. ബാപ്പമാരെ ദൂറാക്കട, ഉമ്മയുടെ മഹത്വം ചെല്ലണ്ട, അത് വിശദീകരിച്ച് തീർക്കൊണ്ടുണ്ടില്ല, അത്രയും തീർക്കോ സാധ്യയില്ല, അത്രയും വലുതാണ്. അതേ സമയത്ത് ബാപ്പമാരെ ദൂറാക്കടെ ഒണ്ടിയാക്കരുത് മുസീബത്താണ്. ഏത് സമയത്തും ഹയാത്ത് കാലത്തും അതിൽ പിന്നെ മരണത്തിൽ പിന്നെയും അങ്ങളൊട്ടി അഭേദ്യമായ കോണ്ടാക്ട്, വല്ലാത്തൊരു കണക്ഷൻ, അങ്ങളെ ഓർമ്മ അങ്കുവേനായിട്ട് ദ്വാർന്നോണ്ടിക്കടെ. ഇതെല്ലാം ഒരു നന്ദിയുള്ള മോൻ്റെ അടയാളമാണ്. അങ്ങനെ നന്ദി ഉണ്ടായിട്ടുണ്ടായെങ്കിൽ ബാപ്പമാരെ ഖിദ്മത്ത് കൊണ്ട് സ്വർഗത്ത് പോകു സാധ്യ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങൾക്ക് വഴിപാട്ടി തന്നുകൊണ്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാം നന്നാക്കി തരുമാറാവട്ടെ. ഞങ്ങളെ ബാപ്പമാരെ ഖബർ മരണപ്പെട്ടു പോയ ആൾമാരെ ഖബർ അള്ളാഹു സ്വർഗാക്കട്ടെ. ഹയാത്തുള്ള ബാപ്പ ഉമ്മമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും സന്തോഷവും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ഞങ്ങളെ മക്കളെയും അള്ളാഹു നന്നാക്കി തന്ന് ബാപ്പ ഉമ്മയുടെ അനുസരിക്കടങ്കെത്ത നല്ല ഖുർറത്തു ഐനായ പടച്ചോനിഷ്ടപ്പെട്ട നല്ല മക്കളെ കൂട്ടത്തിൽ ബാപ്പമാർ ഉമ്മമാർ മരിച്ചെങ്കിലും ഞങ്ങളെപ്പോഴും സദാസമയം ഓർക്കുടങ്കെത്ത മക്കളാക്കി അള്ളാഹു ഞങ്ങളെ മക്കളെ മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.